ഹലോ, നമസ്കാരം. രാധാകൃഷ്ണനാണേ. ഞാൻ ഒരു സാധനം കാണിച്ചാൽ ഒന്ന് നോക്കൂ. കണ്ട, നിങ്ങൾ കണ്ട, ഇത് ഡയാനയാണ്. ഡയാന കണ്ടല്ലോ, കണ്ട, ഡയാനയെ കണ്ടല്ലോ. ഇതാണ് ഡയാന. എൻ്റെ വീട്ടിലെ ഡോഗാണ്. ഡയാന എന്നാണ് പേര്. അപ്പോൾ ഞാനൊരു മൃഗസ്നേഹിയാണ്. അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറേ അമ്മച്ചിമാർ കിടന്ന് സമരം ചെയ്യണം. അതിന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ ചെയ്യണം. അപ്പോൾ രാഷ്ട്രീയം പറയണ്ട, രാഷ്ട്രീയം ചെയ്യേണ്ട, രാഷ്ട്രീയത്തിലോട്ട് ഇടപെടണ്ട എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. പക്ഷേ ഇതെല്ലാം കണ്ട് ഒരു മനുഷ്യനെ അമർഷമുണ്ടല്ലോ, ദേഷ്യവും സങ്കടവും കരിയും ഒക്കെ, അതുപോലെ ഒരു അമർഷം എനിക്കുണ്ടായി. ഒന്ന് പ്രതികരിക്കണം, 2 വാക്ക് പറയണം വീഡിയോയിൽ എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ അവിടെ സമരം ചെയ്യുന്നു, ഈ തിരുവനന്തപുരം മേയർക്കെതിരായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പട്ടികൾ ആൾക്കാരെ കടിച്ചതിനെതിരായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമാണ്. പട്ടികളെ ശിക്ഷിക്കുന്നു, പട്ടികളെ അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കിടന്ന് കുരയ്ക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് എനിക്കത് ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ അവിടെ ഒരാൾ എന്നുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറ്റില്ല എന്നൊരു വെല്ലുവിളി. അപ്പോൾ ഈ ജനപ്രതിനിധികൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സൂതനെ നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ പിടിച്ച് ജയിലിനകത്തിട്ട് ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് ഞാനും സൂതനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത്. സൂതൻ ആരാണ്, എന്താണ്? അങ്ങനെ സൂതൻ ഇപ്പോൾ ലോകം ഒട്ടാകെ അറിഞ്ഞു. പിന്നെ മേയർ ചെയ്തത് നല്ലൊരു സക്രമമാണ്. ഇപ്പോൾ ഈ ഡോഗുകളൊക്കെ പിടിച്ച് കൊണ്ടൊരു ഷട്ടറിലാക്കി ഒരിടത്ത് ഒതുക്കി, ജനങ്ങളെ കടിക്കാതെ അവർ ഉപദ്രവിക്കാതെ കൊണ്ട് ഒതുക്കിയൊക്കെ നല്ല കാര്യമാണ്. ആ നല്ല കാര്യം കണ്ടിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി കോർപ്പറേഷൻ നിങ്ങളെ കയ്യിൽ കിട്ടില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ഒരു പ്രതിഷേധം 24 മണി നടത്തി മേയറെ പേര് ഇല്ലാതാക്കുക. അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. നിങ്ങളിങ്ങനെ പരിദോഷണം പറയും തോറും മേയർ ഇങ്ങനെ വളർന്നുകൊണ്ട് പോവുകയാണ്. തിരുവനന്തപുരം മേയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു സംഘടന, ഇന്ത്യയിൽ ഏറ്റവും വലിയ സംഘടന, ലോകത്തെ ഏറ്റവും വലിയ സംഘടന, ആ മേയറെ പുറകിലുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിച്ചൊന്നും മേയറൊന്നും പേടിക്കില്ല. കാര്യം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കിവിടെ ലോകത്തെ 3 മരങ്ങളാണ്. ഒന്ന് തേക്ക്, ഒന്ന് ഈട്ടി, ഒന്ന് ആലുമരം. ഈ തേക്ക് ഈട്ടിയൊക്കെ നല്ല കാറ്റ് വന്നാൽ മറിഞ്ഞ് വീഴും. പക്ഷേ ആൽമരം അങ്ങനെ മറിഞ്ഞ് വീഴില്ല. അത് നിങ്ങൾ നോക്കിയാൽ ഇന്നുവരെ ആൽമരം മറിഞ്ഞ് വീഴുന്നതായിട്ടുള്ള ചരിത്രമാണ്. കാര്യം എന്താ, അതിൻ്റെ നടുക്കൊരു പേരുണ്ട്, അങ്ങ് പാതാളം വരെ പോകും. ബാക്കിയുള്ള ചുറ്റിൽ ഒരുപാട് ശിഖരങ്ങൾ സൈഡിൽ. അപ്പോൾ ഈ രാജേഷിൻ്റെ പിറക്കെ 3 അക്ഷരങ്ങളുണ്ട്. അതിൻ്റെ പിറക്കമുള്ളതാണ് ഈ ശിഖരങ്ങൾ. ഒരുപാടുണ്ട്, ഏകദേശം 140 ശിഖരങ്ങളെന്തോ ഉണ്ട് എന്നാണ്. അപ്പോൾ രാജേഷ് നിങ്ങൾ ഈ പറഞ്ഞ കണ്ടുകൊണ്ട് പേടിക്കുകയും ഒന്നുമില്ല. അത് നിങ്ങൾക്ക് വെറുതെ തോന്നാം. നിങ്ങൾ വിചാരിക്കും രാജേഷ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വേളം കാണിപ്പോൾ രാജേഷ് പേടിച്ചു. രാജേഷ് ഒന്നും പേടിക്കില്ല. അവർക്ക് ഭരിക്കാൻ നല്ല കഴിവുണ്ട്. രാജേഷൊക്കെ ABB വന്ന് അടുത്ത് ശാഖയിൽ ചെന്ന്, കൊച്ചിയിലെ ശാഖയിൽ പോയി സംഘടനാ കാര്യങ്ങൾ പഠിച്ച് BJPയിൽ വന്ന് BJP പ്രവർത്തനങ്ങൾ പഠിച്ച് അവർ രാഷ്ട്രീയം അടക്കി കുടിച്ചവരാണ്. അവരൊന്നും അങ്ങനെ പേടിച്ചൊന്നും പോകില്ല. നിങ്ങളിവിടെ കിടന്ന് ഈ ബഹളങ്ങളൊക്കെ കാണിച്ച് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു മാത്രമാണ്. ഈ എന്നെ ഒരിക്കൽ പട്ടി കടിച്ചു, എൻ്റെ വീട്ടിലെ പട്ടി. അത് എലിയെ പിടിക്കാൻ ചാടിയപ്പോൾ എലി അങ്ങ് ചാടുകയും ചെയ്ത് എൻ്റെ കാലിൽ വെച്ച് കടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം കാട്ടാട് ആശുപത്രിയിൽ ചെന്നാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അവർ ജനലാശുപത്രിയിലേക്ക് വിട്ടു. ജനലാശുപത്രി ചെന്ന് ഞാൻ ഈ കടിച്ചെടുത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഭയങ്കര വേദനയാണ്. അവിടെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ശരിയാവാത്തതുകൊണ്ട് എന്നെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞയച്ചു. അപ്പോൾ ഈ 2 ഇടത്തും ഞാൻ രാത്രി 1 മണിയായപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. രാവിലെ പോയി ജനലാശുപത്രിയിൽ ഭയങ്കര ആളാണ്. ജനലാശുപത്രി 10 മണിക്ക് ശേഷമാണ് എനിക്ക് അവിടെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നിടത്ത് വരെ പോകാൻ പറ്റും. അത്രയും തിരക്കാണ്. വരുന്നവരൊക്കെ ഓരോരുത്തർ ഒരു കുഞ്ഞിനെ കടിച്ചു,
അവരെ കവിളിൽ കടിച്ചു, പല പിള്ളേരെയും കടിച്ചു, പിന്നെ ഒരു അമ്മാമ്മയെ കടിച്ചു. അവരൊക്കെ ഈ പുണ്ണിലെടുക്കുമ്പോൾ കടിച്ചെടുത്ത് എടുക്കുമ്പോൾ ഭയങ്കര വിളിയാണ് വിളിക്കുന്നത്. അവർക്ക് വേദന. നിങ്ങൾക്കത് പോയി ഒന്ന് കാണണം, കണ്ട് അതിൻ്റെ ഇത് മനസ്സിലാക്കണം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഈ പട്ടി കടിച്ചതിന് വേണ്ടി ഒരു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെയും ചെന്നൊന്ന് കാണണം. അപ്പോൾ മനുഷ്യനാണ് പ്രധാനം, മനുഷ്യൻ്റെ ജീവനാണ് പ്രധാനം. ജീവൻ പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ മനുഷ്യനാണ് വില കൽപ്പിക്കേണ്ടത്, അല്ല മൃഗങ്ങൾക്കല്ല കൂടുതൽ വില കൽപ്പിക്കുന്നത്. എന്നുവെച്ചാൽ മൃഗങ്ങളെ സ്നേഹിക്കാം, നമുക്ക് സ്നേഹിക്കാതിരിക്കാം. മനുഷ്യനുണ്ടെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജീവൻ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കടിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് വരെ ഒരു കരിയോ ഏങ്ങയോ കടിച്ച് പറ്റിയിട്ടാണ്. നിങ്ങൾ പട്ടിയെ പിടിക്കുന്നു, എൻ്റെ വീട്ടിൽ പിടിക്കുന്നു, എന്നെ അവിടെ നിന്ന് പിടിച്ചു, ഇവിടെ നിന്ന് പിടിച്ചു, ഇതാണ് അമ്പട പിടിച്ചു, ഇതൊരു വാക്ക്. എന്തൊരു പിടി അമ്പട ഇവിടെ ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ ഈ പിടിച്ചു എന്ന് പറയുന്ന വാക്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ പിടിക്കാൻ നിങ്ങൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ വീട്ടിൻ്റെ അങ്ങനെ പിടിക്കാൻ നിയമമില്ല. നിങ്ങൾ എല്ലാ നിയമം കൊണ്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് സമരം ചെയ്യാൻ നിയമമുണ്ടോ? റോഡ് സൈഡിൽ നിന്നുണ്ട്. അവിടുന്ന് കോർപ്പറേഷനിൽ നിന്ന് 30 മീറ്റർ മാറിയേ സമരം ചെയ്യാവുള്ളൂ. ഇതൊക്കെയാണ് നിയമങ്ങൾ. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ? നിയമങ്ങൾ നിങ്ങൾക്കും നമുക്കൊക്കെ ബാധകമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പട്ടി എന്ത് ചെയ്യണം? നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വീട്ടിനകത്തോട് ഇട്ട് ഒരു ബെൽറ്റൊക്കെ ഇട്ട് അതിന് ആ വീട്ടിൽ ആഹാരം കൊടുത്ത് അവിടെ ഇട്ട് വളർത്തണം. അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പറയണത് പട്ടിയെ പിടിക്കുക, കൊണ്ടുപോവുക, അതിന് വന്ധീകരണം ചെയ്യുക, കൊണ്ട് അവിടെ വിടുക. അപ്പോൾ ആൾക്കാരെ വീണ്ടും കടിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ഹോസ്റ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ള ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ വന്ന് ഈ പട്ടിയെ പിടിച്ചതിൽ എന്ത് നല്ല കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ മതി. ഇപ്പോൾ നമ്മളൊക്കെ കയ്യിലൊരു മൊബൈലുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉടനടി നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ചാൽ അറിയാം. അല്ലെ നമ്മൾ ടി വിയുടെ മുമ്പിൽ തന്നെ പോയി ഇരിക്കേണ്ട. നമുക്ക് മൊബൈലിൽ കൂടെ എല്ലാ കാര്യങ്ങളും അറിയാൻ നോക്കും. അപ്പം നമ്മളും അതുപോലെ അറിയണം. നിങ്ങളെ സമരം കണ്ടിട്ട് ഒരു രാഷ്ട്രീയ ലെവലാണ് അത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കണ്ടത് നിങ്ങളെ രാഷ്ട്രീയക്കാർ നിങ്ങളെ കുത്തി നിറച്ച് വിടുന്നതാണ്. നിങ്ങൾ ഈ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പറഞ്ഞ ഈ രാഷ്ട്രീയം പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ എനിക്ക് തന്നെ ഇത് പറയണമെന്നൊരു അമർഷം തോന്നുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ജനങ്ങൾ ഇങ്ങനെ മാറുകയാണ്. നിങ്ങൾ BJP വല്ലാതെ വളർത്തുകയാണ്. മനസ്സിലായില്ലേ? വളർത്തി BJP നിങ്ങൾ വലുതാക്കി, ഇനിയും വലുതാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്ന് രാജേഷിനെ പേടിപ്പിക്കുക. രാജേഷ് പേടിക്കുകയില്ല. രാജേഷിന് നല്ല ചങ്കൂറ്റമുണ്ട്. പിന്നെ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞു. കോടതിയായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ കോടതിയിൽ നമ്മൾ ഈ നിരവാദിത്വം അവിടെ എത്തിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളാവും. അതുകൊണ്ട് കോടതി പറയുന്ന കാര്യങ്ങൾ കോടതി രീതി അനുസരിച്ച് കോടതി പറയും. അത് നിയമം പറയുന്നത് നിങ്ങൾ നിയമം അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരെയും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ കൊണ്ട് പറ്റില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ. അപ്പോൾ അമ്മച്ചിമാർ ഈ കിടന്ന് ബഹളം കാണിക്കാതെ നിങ്ങൾ ഈ സമരം ചെയ്യാതെ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. പിന്നെ ഈ മേയർ എന്ന് പറയുമ്പോഴേ അവർക്ക് ജനങ്ങൾ 5 വർഷം ജയിപ്പിച്ച് വിട്ട് അവരതിനകത്ത് അധികാരം കാണിക്കുക അവർക്ക് അവകാശമുണ്ട്. പൊതുജനങ്ങൾ അംഗീകാരം കൊടുത്താണ് മേയർമാരെ അകത്ത് കൗൺസിലർമാരെ അകത്ത് പോണത്. അപ്പോൾ ഈ കൗൺസിലർമാരെ അകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞത് വെറും മോശമുള്ള വാക്കുകൾ. അതൊക്കെ നിങ്ങൾ പറയരുത്. അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. കാര്യം നിങ്ങളുടെ പിതാവിനൊക്കെ നല്ലൊരു പേര് സമൂഹത്തിലുണ്ട്. ആ പേര് നിലനിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യം. അപ്പോൾ നിങ്ങളുടെ വാക്കിൽ നിന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് നിലനിർത്തുന്നത്. പക്ഷേ നിങ്ങൾ മോശമായ വാക്കുകൾ പറയുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ പിതാവിനെയും മോശമായി പറയും. അതിപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് എൻ്റെ അച്ഛനെയും ആൾക്കാർ പറയും. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ അതൊക്കെ പറയിപ്പിക്കാതെ നല്ല വാക്കുകൾ നിങ്ങൾ പറയുന്നത് എല്ലാം ഗുണ്ടായുധം പോലെയാണ്. ഒരു ഗുണ്ട സംസാരിക്കും പോലെയാണ് സംസാരിക്കുന്നത്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ കയറ്റില്ല, കൊക്ക്, കുളം, ഇതൊക്കെയാണോ പറയേണ്ടത്? അതിനകത്ത് ഈ നിയമസഭയ്ക്കകത്ത് അണ്ടർവെയർ കാണിച്ചുകൊണ്ട് നടന്ന പോലെ അതൊന്നും പാടില്ല. അങ്ങനെ നിയമസഭ ശ്രീകോവിൽ എന്നല്ലേ പറയുന്നത്. അതുപോലെ മേയർ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളിരിക്കുന്ന സ്ഥലം ചെയ്യും തൊഴിൽ ദൈവമല്ലേ? നിങ്ങൾക്കത് ദൈവമായിട്ട് ഒരു ദൈവാലയമല്ലേ? ആ ആലയത്തിനകത്ത് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുക, ചൂടുവെള്ളം കോരി മുഖത്തൊഴിക്കുക, ഇതൊക്കെ ചെയ്യണത് ശരിയാണ്? അങ്ങനെ കുടിക്കാൻ പറ്റുന്ന വെള്ളം അത് നിങ്ങൾ ദേഷ്യം വന്ന് ആ ബുക്കുകൾ വലിച്ചു കീറുക, ഒരു മനുഷ്യൻ്റെ ഷർട്ടിനെ വലിച്ചു കീറുക, നിങ്ങൾ കാണിക്കുന്നത് ഗുണ്ടായുധമല്ലേ തന്നെ? അങ്ങനെ ആ ശ്രീകോവിലിനകത്ത് വെച്ച് കാണിക്കാമോ? അവിടെ നമ്മുടെ ജീവിതമാർഗ്ഗം നിങ്ങൾ അരി വാങ്ങിക്കുന്ന അവിടം കൊണ്ടല്ലേ? നിങ്ങൾക്ക് ജനങ്ങൾ തരുന്ന കരുത്തുനിന്നുള്ള ശമ്പളം കിട്ടുന്ന അവിടം കൊണ്ടല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനമാർഗ്ഗം കഴിയുന്ന ആ സ്ഥലമല്ലേ? അപ്പോൾ നിങ്ങൾക്കും അവിടെ ക്ഷേത്രം പോലെ ഒരു സ്ഥലമല്ലേ? അപ്പോൾ അതിനകത്ത് വെച്ച് ഇങ്ങനെ ചെയ്യാമോ? നിങ്ങൾക്ക് ജനങ്ങളെ കാര്യങ്ങൾ ഒരുപാടില്ലേ വർഷങ്ങൾ പരിഹരിക്കാൻ? അതൊക്കെ നിങ്ങൾ പരിഹരിച്ച് പോണ്ടേ? അതല്ലേ അവിടെ ചർച്ച ചെയ്യേണ്ടത്? അല്ല ഇങ്ങനെയൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഇതാണ് അതിൻ്റെ ശരി? നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ജനങ്ങൾ മുമ്പേ വീണ്ടും കഥാപാത്രമായിട്ട് നിങ്ങൾ പരിഹാസമാകാൻ. അല്ലാതെ മേയർക്കൊന്നും ഒരു കുഴപ്പമില്ല. മേയറൊക്കെ അങ്ങനെ നിന്ന് നിൽക്കും. ഈ മേയറെ പുറകിൽ 3 അക്ഷരമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക.
അവർ ഇങ്ങനെ പേടിച്ച് മാറുന്നില്ല. അത് നിങ്ങൾ ആ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് പ്രവൃത്തി പരിചയം ഇല്ലാത്തതുകൊണ്ടോ നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നിങ്ങൾ വെളിയിൽ നിന്ന് പറയും പോലെയല്ല. നിങ്ങളങ്ങനെ വെളിയിൽ നിന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു ചിലതൊക്കെ പറയാൻ എനിക്കത് തന്നെ അത് പറയാൻ പാടില്ലെന്ന് വെച്ചാൽ വളരെ ആ സംഘടനയ്ക്കകത്ത് പെയ്യാലും നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. എങ്ങനെ പറയാം നിങ്ങൾക്ക് ആ സംഘടനയുടെ ഒരു മികവത്വം വളരെ ദൈവികമായിട്ടുള്ള സംഘടനയാണ്. അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇതറിയാവുള്ളൂ. അതിനകത്ത് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ചേച്ചിമാരെന്നും അമ്മമാരെന്നും ഒക്കെ സംഭാവന ചെയ്യാവുള്ളൂ. അവരെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നതെന്നും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടായിരുന്ന അദ്ദേഹം ഈ ഏതൊരു കൊച്ചു അമ്മമാരായാലും ചേച്ചിമാരായാലും അവരെക്കാലം പ്രധാനമന്ത്രിക്കാലം പ്രായം കുറഞ്ഞ ആളാണെന്നും കാലിൽ തൊട്ട് തൊഴും. അവരങ്ങനെ ഒരു ഇത് ചെയ്യും. അത് ഈ സംഘടനയുടെ വലിയൊരു മഹത്വമാണ്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറില്ല. കാര്യം നിങ്ങളെ തലയിൽ അതൊന്നും ഇല്ല. അത് അനുഭവിച്ചാലേ അറിയാമോ. അതിൽ കയറണമെന്നൊക്കെ നല്ല ഒരു ഒരു കായികാഭ്യാസിയും മനുഷ്യത്വവും മനസ്സ് നിറഞ്ഞവനുമൊക്കെ ആയിരിക്കും ആ സംഘടനയിൽ കൂടെയൊക്കെ വളർന്ന് വലുതായി പുറത്ത് വരുന്നത്. അവർക്ക് രാജ്യസ്നേഹമാണ്, രാഷ്ട്രീയ സ്നേഹമല്ല, രാജ്യസ്നേഹമാണ്. രണ്ടും മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി രാജേഷിൻ്റെ എതിരായിട്ടുള്ള സമരങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് രാജേഷ് താളെന്ന് വെച്ചിട്ട് ഓടിപ്പോയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരങ്ങൾക്ക് നിങ്ങൾ രാജേഷ് ഭംഗിയായിട്ട് ചെയ്ത് വിജയിച്ച് ഭംഗിയായിട്ട് ഭരണം ചെയ്ത് വീണ്ടും ഭരണം പിടിച്ച് വീണ്ടും ഭംഗിയായിട്ട് വരാൻ ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾ സമരം ചെയ്ത് നശിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളുടെ നശീകരണം ഉണ്ടാവട്ടെ, നമുക്ക് കാണാം. രാജേഷിൻ്റെ ഉയർച്ച ഉണ്ടാവട്ടെ. അങ്ങനെ BJP അധികാരത്തിലേക്ക് വരട്ടെ, കേരളം പിടിച്ചടക്കട്ടെ. ഒരേ ആശംസ, ആഗ്രഹം അല്ലേ. ഞാൻ വോട്ട് ചെയ്തിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. പക്ഷേ ജയിച്ചില്ലെങ്കിലും നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ എന്നെ വിട്ട് ഇത് രാഷ്ട്രീയം പറയിച്ചതാണ്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയണ്ടെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നതാണ്. പക്ഷേ ആ തീരുമാനം മാറി. ചിലർക്ക് വ്രതം തെറ്റില്ല, അതുപോലെ തെറ്റി. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മച്ചിമാരെ സമരമാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.